സർവദേവന്മാരും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഹിരണ്യകശിപു, നീയാണ് ഇനി സ്വർഗത്തിന്റെ ഭരണാധികാരി. ജ്യേഷ്ഠന്റെ കൽപ്പന പോലെ. മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ദിതി ദേവി ജയിച്ചാലും ദേവി രണ്ട് പുത്രന്മാരും സ്വർഗത്തിൽ അധികാരം നേടിക്കഴിഞ്ഞു. എനിക്കറിയാമായിരുന്നു എന്റെ പുത്രന്മാർ എന്റെ മനോകാമന പൂർത്തിയാക്കുമെന്ന്. അവരുടെ ശൗര്യത്തിന് മുൻപിൽ ദേവന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. സ്വർഗത്തിൽ നിന്ന് പലായനം ചെയ്തു. പരാക്രമികളായ എന്റെ പുത്രന്മാരെ എതിരിടാൻ ആർക്ക് കഴിയും? മഹാരാജൻ ഹിരണ്യകശിപു സ്വർഗത്തിലെ രാജസിംഹാസനത്തിൽ വാണരുളുകയാണ്. അപ്പോൾ ഹിരണ്യാക്ഷൻ? അദ്ദേഹം പൃഥ്വിയും പാതാളവും കീഴടക്കുവാനായി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എന്റെ പുത്രന്മാരുടെ പരാക്രമവും അവരുടെ വിജയത്തെയും കുറിച്ച് അറിഞ്ഞ് എന്റെ മനസ്സും ദേഹവും വിജൃംഭിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കേട്ടില്ലേ ഋഷീശ്വര നമ്മുടെ പുത്രന്മാരുടെ വീരപരാക്രമങ്ങളുടെ കഥ? താങ്കൾ അവർ ദേവന്മാരെ ആക്രമിക്കുന്നത് തടഞ്ഞുവല്ലോ. പക്ഷേ അവർ മാതാവിന്റെ ആജ്ഞ മാനിച്ച് സ്വർഗസിംഹാസനം കീഴടക്കി കഴിഞ്ഞു. നിന്റെ ഈ സന്തോഷം സ്ഥായിയല്ല ദിതി. കാരണം സമ്പാദ്യം സ്ഥായിയല്ലയോ, അവരുടെ സന്തോഷവും സ്ഥായിയല്ല. ഞാൻ പറഞ്ഞതല്ലേ, നിന്റെ പുത്രന്മാർക്ക് പൃഥ്വിയിൽ കുറച്ച് രാജ്യത്തിന്റെ അധികാരം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരാകണമെന്ന്. പക്ഷേ എന്റെ വാക്കുകളെ നീയും മനസ്സിലാക്കിയില്ല, നിന്റെ പുത്രന്മാരുമില്ല. എന്താ പിതാവിന് പുത്രന്മാരോട് അസൂയ തോന്നുന്നോ? പിതാവിന് പുത്രന്മാരുടെ അസൂയയോ? ഈ വിചാരം ബുദ്ധിമതിയായ ഒരു മാതാവിൻ്റെതല്ല. ഞാൻ വിഡ്ഢിയാകാം. ഞാൻ പുത്രന്മാരുടെ ഹിതം കാക്ഷിക്കുന്നു. വിഡ്ഢിയായ ഒരു വ്യക്തി ഒരിക്കലും ദീർഘദർശിയാകില്ല. ബുദ്ധിയും ദീർഘദർശിത്വവും ഇല്ല എങ്കിൽ ഒരു മാതാവിന് തന്റെ പുത്രന്മാരുടെ ഹിതം എങ്ങനെ മനസ്സിലാക്കുവാനാകും? അങ്ങ് പറയുന്നത് ഞാൻ പുത്രന്മാർക്ക് അഹിതം ചെയ്തെന്നോ? ആ, ഞാൻ അത് തന്നെ പറയുന്നു. സ്ഥിതിയും സത്യവും അത് തന്നെ പറയുന്നു. നീ നിന്റെ പുത്രന്മാരിൽ മഹത്വാകാംക്ഷ ഉണർത്തി. നീ അവർക്കായി ദുഷ്പരിണാമത്തിൻ്റെതായ ഗർത്തം നിർമ്മിച്ചു. അതിൽ വീണ് അവർ, നീ, ഞാൻ എല്ലാവരും കഷ്ടപ്പെടും. നീ ഇതെങ്ങനെ മറന്നു ദിതി? അധികമധികം അധികാരം നേടി അധികം മഹത്വം കാക്ഷിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അവരുടെ ശക്തി ദുരുപയോഗപ്പെടുത്തും. നിർദോഷികളിൽ അത്യാചാരം ചെയ്യും. ആ അത്യാചാരങ്ങളുടെ അന്ത്യം എപ്പോൾ എങ്ങനെയാകുമെന്ന് അറിയാമോ? ഇല്ല, നിനക്കറിയില്ല. പക്ഷേ എനിക്കറിയാം. അവരുടെ അത്യാചാരങ്ങൾക്ക് അന്ത്യമുണ്ടാക്കാനുള്ള ഒരു ദിവ്യശക്തി അവർക്കും അന്ത്യം വരുത്തും. എന്തൊരു പിതാവാണ് അങ്ങ്! സ്വന്തം പുത്രന്മാർക്കെതിരെ ചിന്തിക്കുന്നു. അവരുടെ ഉത്കർഷം കാണാനാകില്ല. ദീർഘദൃഷ്ടി കൊണ്ട് ഞാനിപ്പോൾ ദർശിക്കുന്ന സത്യം നീയും ദർശിക്കുന്നെങ്കിൽ ആധാരമില്ലാത്ത ഉത്കർഷം കാണുന്നു എന്ന മിഥ്യാധാരണയിൽ നിന്ന് നീ രക്ഷപ്പെടുമായിരുന്നു. എനിക്ക് ദീർഘദൃഷ്ടി കൊണ്ട് കാണാനാകുന്ന അപ്രിയ സത്യം കാണണ്ട. എനിക്ക് എന്റെ പുത്രന്മാരുടെ ഉത്കർഷം കാണണം, മതി. ദേവരാജൻ ഒപ്പം ദേവന്മാരും. ദേവരാജൻ ഇങ്ങനെ ഭയഗ്രസ്തനായി എവിടേക്ക് ഓടുന്നു? ഓടുന്നത് കണ്ടാൽ തോന്നും വല്ല ഹിംസ്ര ജന്തുവിനെയും കണ്ടു ഓടുകയാണെന്ന്. എന്തു പറയാനാ ദേവർഷി, നമ്മുടെ കഷ്ടങ്ങൾക്ക് ഒരന്തവുമില്ല. ഒരസുരൻ മരിക്കുമ്പോൾ മറ്റൊരുവൻ ജന്മമെടുക്കുന്നു. അതിനുശേഷം അവന്റെയും ദൃഷ്ടി സ്വർഗത്തിന് മേൽ പതിക്കുന്നു. അതായത് പിന്നെയും ഒരു അസുരൻ സ്വർഗത്തിൽ അധികാരം കീഴടക്കിയെന്ന് അല്ലേ? നാരായണ നാരായണ. അസുരനല്ല ദേവർഷേ, അസുരഭ്രാതാക്കൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അവർ സ്വർഗത്തിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. അവർ അധികാരം നൽകിയതല്ല, നിങ്ങൾ സ്വയം നൽകിയതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ ദേവർഷി? ചെയ്തുവല്ലോ. അത് മാത്രവുമല്ല, നിങ്ങൾ ഭയന്നോടുകയും ചെയ്തു. ദേവരാജ, ഒരു ചെറിയ ബാലൻ പോലും സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി
തന്റെ ശത്രുവിനെ നേരിടുന്നു, അവനെ എതിർക്കുന്നു. സ്വയം വിജയിക്കുമോ പരാജയപ്പെടുമോ ഈ ചിന്ത പോലുമില്ലാതെ തന്റെ സ്ഥാനം, അധികാരം, സ്വാഭിമാനം ഇവയെ രക്ഷിക്കുന്നു. അവൻ എതിർക്കും, പിന്മാറില്ല. പക്ഷേ താങ്കൾ എതിർക്കാതെ പിന്മാറുന്നു. കേവലം പിന്മാറുകയല്ല, പുറംതിരിഞ്ഞോടുകയും ചെയ്യുന്നു. നാരായണ നാരായണ. ദേവരാജ, ഓടിപ്പോന്നത് താങ്കളാണ്, പക്ഷെ എനിക്കാണ് ലജ്ജ തോന്നുന്നത്. ഞങ്ങൾ അവിചാരിതമായി ആക്രമിക്കപ്പെട്ടു ദേവർഷി. അവിചാരിതം. ആ സ്ഥിതിയിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുക? താങ്കൾക്ക് ചെയ്യാവുന്നതെല്ലാം താങ്കൾ ചെയ്തു. പക്ഷെ ഈ സ്ഥിതിയിൽ ചെയ്യാവുന്നത് പലതുമുണ്ടായിരുന്നു ദേവരാജ. പ്രാണൻ എടുക്കണം, അല്ലെങ്കിൽ പ്രാണൻ ത്യജിക്കണം. ചിലരിങ്ങനെയുമുണ്ട്, സ്വന്തം പ്രാണൻ രക്ഷിച്ച് ഓടിപ്പോരുന്നു. ഞങ്ങളുടെ വിവശത മനസ്സിലാക്കണം ദേവർഷി. താങ്കൾ കർത്തവ്യം മനസ്സിലാക്കുന്നില്ല, പിന്നെ ഞാൻ താങ്കളുടെ വിവശത മനസ്സിലാക്കുമോ? നാരായണ നാരായണ. ഇതൊന്നും ശരിയല്ല ദേവരാജ. ഞങ്ങൾക്ക് എതിർക്കുവാനാകുന്നതിന് മുൻപേ പെട്ടെന്ന് അവർ ഞങ്ങളെയും സൈന്യത്തെയും ആക്രമിച്ചു. അപ്പോൾ തെറ്റുകൾ മുഴുവൻ അസുരന്മാരുടേതാണോ? നിങ്ങൾ എപ്പോഴും നിർദോഷികളാണെന്നോ? ഞങ്ങളുടെ തെറ്റ്? അശ്രദ്ധയും തെറ്റ് തന്നെ. ശ്രദ്ധയില്ലാതിരിക്കുക വലിയ തെറ്റ് തന്നെയാണ്. അസുരന്മാർ വീണ്ടും വീണ്ടും സ്വർഗത്തെ ആക്രമിക്കുന്നു, പക്ഷേ നിങ്ങൾ അങ്ങുമിങ്ങും ഓടുകയാണോ? എങ്ങനെയെങ്കിലും ദൈവകൃപ കാരണം അസുരന്മാർ പരാജയപ്പെട്ടേക്കാം. പക്ഷേ താങ്കൾ സ്വയം ഒരുങ്ങിയിരിക്കുന്നില്ല. താങ്കൾ സദാ ഭോഗവിലാസത്തിൽ മുഴുകിയിരിക്കുന്നു. താങ്കളുടെ ഈ അശ്രദ്ധയും ഭോഗവിലാസവും ചിലപ്പോൾ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തും ദേവരാജ. അത് ആക്രമണത്തിലൂടെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളുടെ സ്ഥിതി മോശമാണ് ദേവർഷേ. ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം ദേവർഷേ. ദയവായ ഒരു ഉപായം പറഞ്ഞാലും ദേവർഷി. ഞങ്ങൾക്ക് എന്നും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് ദേവർഷി. സഹായം എപ്പോഴും ലഭിക്കാറുണ്ടെന്ന് വെച്ച് തെറ്റുകൾ ആവർത്തിക്കുന്നത് എന്തിനാണ്? അത് ആവശ്യമാണോ? ഭാവിയിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു കൊള്ളാം ദേവർഷി. പക്ഷെ ദയവ് ചെയ്ത് കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. നാരായണ നാരായണ. കഷ്ടത്തിൽ നിന്നും നിങ്ങളെ സാധാരണ രക്ഷപ്പെടുത്തുന്ന അതേ വ്യക്തി തന്നെ ഇത് ചെയ്യും. നിങ്ങൾ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെ ശരണം പ്രാപിക്കണം. ശ്രീഹരി രക്ഷിക്കണേ, ഞങ്ങളെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണേ. ദേവരാജ, 2 ദൈത്യന്മാരും സ്വർഗത്തിൽ അധികാരം സ്ഥാപിച്ച വിവരം നാം അറിഞ്ഞിരിക്കുന്നു. വിവരം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞു. ഹാ ദേവരാജ, 2 ദൈത്യന്മാരും പൂർവ്വജന്മത്തിൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകർ ജയവിജയന്മാരായിരുന്നു. സനകാദി ഋഷിമാരുടെ ശാപം മൂലം ഈ ജന്മത്തിൽ ദിതിയുടെ പുത്രന്മാരായി ജനിച്ചവരാണ്. 2 പേരും അതിദുഷ്ടന്മാരാണ് പ്രഭു. അവർ ഇരുവരും വളരെ ഭയങ്കരവും ഭയാനകവുമായ പ്രവൃത്തികൾ ചെയ്യും. അത് കണ്ട് 3 ലോകങ്ങളിലെയും ജീവികൾ ഭയന്നു വിറയ്ക്കും. പ്രഭു, ഉടനെ അവരുടെ വിനാശത്തിനുള്ള ഉപായം ചെയ്താലും. ഇല്ല ദേവരാജ, അവരുടെ അത്യാചാരങ്ങൾ അവയുടെ പരമസീമയിൽ എത്തുന്നതുവരെ നാം ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയുണ്ടാകില്ല. നാരായണ നാരായണ. ജയിച്ചാലും ശ്രീഹരി, ജയിച്ചാലും ശ്രീഹരി. അവിടുന്ന് ഇപ്പോൾ പറഞ്ഞുവല്ലോ, ആ കാര്യം ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞതാണ്. ലീല അങ്ങയുടേതാണോ അഥവാ ഭഗവാൻ വിശ്വനാഥന്റെയോ? ഇത് നിങ്ങൾക്ക് 2 പേർക്കുമേ അറിയൂ. പക്ഷേ ഇപ്പോൾ ചിന്താ വിഷയം ഇതാണ്: ഈ 2 ദുഷ്ടന്മാരുടെയും അത്യാചാരം എപ്പോഴാണ് അതിന്റെ പരമസീമയിൽ എത്തുക? അങ്ങ് എപ്പോൾ അവതാരം എടുക്കും? എപ്പോൾ അവരെ സംഹരിക്കും? ശ്രീഹരി, വിളംബം അല്പം അധികമായേക്കുമോ? നമ്മുടെ അവതാരത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെ അറിഞ്ഞു നാരദ? താങ്കൾ ഭാവനാലോകത്തിൽ വിഹരിക്കുകയല്ലോ. പ്രഭു, പരമേശ്വരന്റെ സങ്കല്പം ഭാവനയായി തീരാറുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഇച്ഛയെങ്കിൽ നാം അവതാരം തീർച്ചയായും എടുക്കും. പക്ഷേ അതെപ്പോഴാകും? അതിന്റെ നിർണയം പരംപിതാവ് ബ്രഹ്മദേവനും ഭഗവാൻ വിശ്വനാഥനും നടത്തും. നാം കേവലം അവരുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കും. പ്രഭു, ഇനി ഞങ്ങൾ എന്തു ചെയ്യണം? സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരായ ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? എവിടെ പോകും? ദേവരാജ, എപ്പോഴെല്ലാം പാപത്തിന്റെ കാർമേഘങ്ങൾ ഉറഞ്ഞുകൂടി സങ്കടത്തിന്റെ അതിവർഷം ചൊരിയാൻ ആരംഭിക്കുന്നുവോ, അപ്പോഴെല്ലാം പരമാർത്ഥികൾക്കായി പുണ്യത്തിന്റെ പ്രകാശം ചൊരിയേണ്ടത് അത്യാവശ്യമായി തീരുന്നു. സ്വർഗത്തിന്റെ പുനഃപ്രാപ്തി ലഭിക്കും വരെ നിങ്ങളെല്ലാവരും തീർത്ഥയാത്രകൾ ചെയ്ത് പരമാത്മാക്കളുടെയും ഋഷീശ്വരന്മാരുടെയും വാസസ്ഥലങ്ങളിൽ നിവസിക്കണം. അവിടെ വസിച്ച്
ഭഗവാൻ വിശ്വനാഥനെ ആരാധിക്കണം. വ്യർത്ഥമായി വിഷമിച്ചതുകൊണ്ടും അങ്ങുമിങ്ങും ഓടി നടന്നതുകൊണ്ടും ഒന്നും തന്നെ നേടുവാനാകില്ല. നാരായണ നാരായണ. പ്രഭുവിന്റെ അഭിപ്രായം മാനിക്കുന്നതാണ് മംഗളമാകുക ദേവരാജ. എല്ലാം അവിടുത്തെ ഇച്ഛ പോലെ. അദൃശ്യരായോ? സൂത്രം, ഹിരണ്യാക്ഷന്റെ അടുത്ത് സൂത്രം. പക്ഷെ നിങ്ങൾ എവിടെ പോകാനാ? ഞാൻ ആകാശത്തിലും പാതാളത്തിലും നിങ്ങളെ പിന്തുടരും. സർവത്ര ഞാൻ അധികാരം സ്ഥാപിക്കും. എവിടെ പോകും നിങ്ങൾ? ശാന്തനാകണം ദൈത്യരാജ, ശാന്തനാകണം. ആരോട് ക്രുദ്ധനാക്കുന്നുവോ അയാൾ പോയി. നാരായണ നാരായണ. വ്യർത്ഥമായ ക്രോധം കൊണ്ട് താങ്കളുടെ രക്തവർണമാർന്ന മുഖം ശ്വേതവർണമാക്കേണ്ടതുണ്ടോ? ഉണ്ടോ? എന്ത്? നീ എന്താണ് പറഞ്ഞത്?